അപ്പൊ ഇന്ന് എന്നത്തെയും പോലെയല്ല, ഇന്ന് നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ട്. കാരണം ഇന്ന് തിരുവോണമായിണ്ടല്ലോ. എത്ര പെട്ടെന്നല്ലേ 10 ദിവസം കഴിഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ പൂവിടുന്നത് വീഡിയോ ആയിട്ട് എടുക്കണോണ്ട് ഓരോ ദിവസം നല്ലോണം ഓർമ്മയുണ്ട്. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം പൂവ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെമ്പരത്തി ഒന്നും പറിച്ചില്ലായിരുന്നു. കാരണം കുറെ പൂവുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയത് തന്നെ കേട്ടോ. ഞാനാണെങ്കിൽ ശംഖുപുഷ്പം, നന്ദ്യാർവട്ടം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലത്തെ. ഞാൻ രാവിലെ തന്നെ പൂവിടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഓരോ പണിക്ക് കൂടി അത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂവ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു 9 മണി 9:30 ഒക്കെ ആയിട്ടോ. ഈ പൂവൊക്കെ അരിയാൻ തന്നെ നല്ല പാടാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ പൂവിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൂവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിധമായിട്ടുണ്ടായിരുന്നേ. 10ാമത്തെ ഓണാണല്ലോ തിരുവോണം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 നിറത്തിലുള്ള പൂവ് 10 വട്ടത്തിലിടണം എന്നാണ് കേട്ടോ. പക്ഷെ ഞാനാണെങ്കിൽ ഇട്ടിട്ട് വന്നപ്പോൾ അതൊരു 10 വട്ടത്തിലൊന്നും നിന്നില്ല കേട്ടോ. ഇന്ത്യയിൽ പിന്നെയും പൂവ് ബാക്കി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ പൂവ് കളയണ്ട വിചാരിച്ച് പിന്നെയും കുറച്ചും കൂടെ ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ പൂക്കളം. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്നും കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം.